റൂട്ട് ഓഫ് 8 ഹോൾ സ്ക്വയർ കുറയ്ക്കണം 7 ഹോൾ സ്ക്വയർ. റൂട്ട് ഓഫ് 8.5 ഹോൾ സ്ക്വയർ കുറയ്ക്കണം 7.5 ഹോൾ സ്ക്വയർ. ഈ റൂട്ട് ചിഹ്നത്തിനകത്തുള്ളത് ഒരു ഐഡന്റിറ്റിയുടെ രൂപത്തിലാണ്. അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ സർവ്വസമവാക്യമാണ്. ഐഡന്റിറ്റി എന്താണ്? ഐഡന്റിറ്റി എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. അതുപോലെ 8.5 ഹോൾ സ്ക്വയർ മൈനസ് 7.5 ഹോൾ സ്ക്വയർ റൂട്ട് ചിഹ്നം അതുപോലെ ഇടുക. റൂട്ട് ഓഫ് എയും ബിയും കൂട്ടി എയും ബിയും കുറച്ചു. അതുപോലെ 8.5 കൂട്ടുക. 8.5 പ്ലസ് 7.5 അതൊരു ബ്രാക്കറ്റ് ഇട്ടു എ പ്ലസ് ബി ഇൻറ്റു അടുത്ത ബ്രാക്കറ്റിൽ 2 കൂടി കുറയ്ക്കുക. 8.5 മൈനസ് 7.5 സമം റൂട്ട് ഓഫ് 8.5 കൂട്ടണം. 8.5 കൂട്ടുമ്പോൾ 8ഉം 7ഉം 15, അരിയും 1, ആ 15 1 16. 8ഉം 7ഉം 15, അരി 1, ആ 15 1 കൂട്ടുമ്പോൾ 16 ഇൻറ്റു 8.5 7.5 കുറച്ച 1, 8.5 7.5 കുറച്ച 1, 16 ഇൻറ്റു 1 കുടിക്കുക. റൂട്ട് ഓഫ് 16 ഇൻറ്റു 1 16. 16ൻ്റെ റൂട്ട് 16ൻ്റെ വർഗ്ഗമൂലം എത്രയാണ്? 4. 4ൻ്റെ സ്ക്വയറാണ് 16. 4 4 16. ഉത്തരം 4. ഒരു ബാഗിൽ 7:2:4 എന്ന അംശബന്ധത്തിൽ 1 രൂപ, 50 പൈസ, 25 പൈസ നാണയങ്ങളുണ്ട്. ബാഗിൽ ആകെ 180 രൂപ ഉണ്ട്. 25 പൈസ നാണയങ്ങളുടെ എണ്ണം കാണുക. എന്തൊക്കെയാണ് ബാഗിലുള്ളത്? 1 രൂപ ഉണ്ട്, 50 പൈസ ഉണ്ട്, 25 പൈസ ഉണ്ട്. അപ്പോൾ 1 രൂപ ഉണ്ട്, പിന്നെ 50 പൈസ ഉണ്ട്, പിന്നെ 25 പൈസ ഉണ്ട്. 1 രൂപ, 50 പൈസ, 25 പൈസ. ഇനി ഇതിൻ്റെ അംശബന്ധം എന്നത് 7:2:4. 7:2:4 റേഷ്യോ. അപ്പോൾ ഇവിടെ 7 എഴുതുക, ഇവിടെ 2 എഴുതുക, ഇവിടെ 4 എഴുതുക. നമുക്ക് എന്താണ് കാണേണ്ടത്? 25 പൈസ നാണയങ്ങളുടെ എണ്ണം കാണാം. 25 പൈസ നാണയങ്ങളുടെ എണ്ണം കാണാൻ ഇതിൽ 25 പൈസ നാണയങ്ങളുടെ എണ്ണം നോക്കുക. 25 പൈസ നാണയങ്ങളുടെ എണ്ണമാണ് കാണേണ്ടത്. അത് എത്ര? ഇവിടെ കൊടുത്തിരിക്കുന്നത് അംശബന്ധമാണ്. പക്ഷേ ഇതെല്ലാം ഉത്തരം. ഇത് 7:2:4 എന്ന അംശബന്ധത്തിലാണ്. അപ്പോൾ 25 പൈസ നാണയങ്ങളുടെ എണ്ണത്തിൻ്റെ സൂചിപ്പിക്കുന്ന സംഖ്യ എത്ര? 4 ഇതിലാകെ എത്ര രൂപ ഉണ്ട് നോക്കുക. ഇതിലാകെ എത്ര രൂപ ഉണ്ട്? ഈ 1 രൂപ 7 എണ്ണം, 1 രൂപ 7 എണ്ണം. അപ്പോൾ എത്ര രൂപയായി? 7 രൂപ. 50 പൈസ 2 എണ്ണം, 50 പൈസ 2 എണ്ണം. അപ്പോൾ എത്ര രൂപയായി? 1 രൂപ. 25 പൈസ 4 എണ്ണം, 25 പൈസ 4 എണ്ണം. എത്ര രൂപയായി? 1 രൂപ. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ 7 1 8 1 9. അപ്പോൾ ഈ അംശബന്ധപ്രകാരം റേഷ്യോ പ്രകാരം എത്ര ഉറുപ്പ്യുണ്ട്? 9. അപ്പോൾ ഇത് 9 ഉണ്ട്. അപ്പോൾ ഇതെന്താണ്? ഏതാണോ കാണേണ്ടത് 25 പൈസ നാണയങ്ങൾ അതിൻ്റെ എണ്ണം 4 അംശബന്ധപ്രകാരം എത്ര ഉറുപ്പ്യുണ്ടെന്ന് കണ്ടുപിടിച്ചു ഇൻറ്റു ബാഗിൽ ആകെ എത്ര ഉണ്ടെന്ന് നോക്കുക. ബാഗിൽ ആകെ നമുക്ക് തന്നത് എത്രയാണ്? 180 രൂപ. അതുകൊണ്ട് ഗുണിക്കുക. ഇൻറ്റു 180 ചെയ്ത ഉത്തരം കിട്ടും. 9 180 കുടിക്കുമ്പോൾ വെട്ടിച്ചുരുക്കുമ്പോൾ 29 18 ഒരു 0. അപ്പോൾ 20 എന്ന് വരും. അപ്പോൾ 4 × 20 80 എന്ന് വരും. ഇതാണ് ബാഗിലുള്ള 25 പൈസ നാണയങ്ങളുടെ എണ്ണം എത്രയാണ്? 80. വക്കുകളുടെ ആകെ നീളം 60 സെൻറ്റിമീറ്റർ ആയ ക്യൂബിൻ്റെ വ്യാപ്തം കാണുക. വക്കുകളുടെ ആകെ നീളം 60 സെൻറ്റിമീറ്റർ ആയ ക്യൂബിൻ്റെ വ്യാപ്തം. വക്കുകളുടെ ആകെ നീളം ടോട്ടൽ ലെങ്ത് ഓഫ് ഓൾ എഡ്ജസ്. വക്കുകളുടെ ആകെ നീളം ടോട്ടൽ ലെങ്ത് ഓഫ് ഓൾ എഡ്ജസ് 60 സെൻറ്റിമീറ്റർ ആണ്. ക്യൂബ് എന്ന് പറഞ്ഞാൽ സമചതുരക്കട്ടയാണ്. ക്യൂബ് എന്ന് പറഞ്ഞാൽ സമചതുരക്കട്ട. അതിൻ്റെ വോളിയം കാണണം. വ്യാപ്തം വോളിയം. അപ്പോൾ ക്യൂബിൻ്റെ വ്യാപ്തം ക്യൂബിൻ്റെ വോളിയം കാണുന്ന സൂത്രവാക്യം എന്താണ്? എ ക്യൂബാണ്. അതായത് വശം ക്യൂബ്. ക്യൂബിൻ്റെ വ്യാപ്തം കാണാൻ വശത്തിൻ്റെ ക്യൂബ് കണ്ടാൽ മതി. എ ക്യൂബ് വശം ക്യൂബ് കാണണം. അതിന് നമുക്കിവിടെ വശം അറിയില്ല. എന്താ അറിയുക? വക്കുകളുടെ ആകെ നീളം. വക്ക് എന്ന് പറഞ്ഞ വശം തന്നെയാണ്. പക്ഷേ എല്ലാ വശങ്ങളുടെയും കൂടി നീളം നമുക്ക് ഒരു വശത്തെ നീളമാണ് അറിയേണ്ടത്. ഇവിടെ എല്ലാ വശങ്ങളുടെയും കൂടി നീളം 60 തന്നിരിക്കുന്നത്. ക്യൂബിന് എത്ര വശങ്ങളുണ്ട്? ആകെ 12 വശങ്ങളുണ്ട്. ആകെ 12 വക്കുകളുണ്ട് ക്യൂബിന് ആകെ 12 വക്കുണ്ട്. എല്ലാ വക്കുകളും തുല്യമായിരിക്കും. സമചതുരക്കട്ടയല്ലേ? സമചതുരക്കട്ട പറഞ്ഞാൽ ക്യൂബ് പറഞ്ഞാൽ എല്ലാ വക്കുകളും തുല്യമായിരിക്കും. വശങ്ങളെല്ലാം തുല്യം. അപ്പോൾ ആകെ 12 വക്കുണ്ട്. ഈ 12 വക്കിൻ്റെയും കൂടി നീളമാണ് 60. അപ്പോൾ ഒരു വക്കിൻ്റെ നീളം കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 60/12. ആകെ 12 വക്കുണ്ട്. ഈ 12 വക്കും തുല്യ നീളമുള്ളവയാണ്. അപ്പോൾ ഒരു വക്കിൻ്റെ അല്ലെങ്കിൽ ഒരു വശത്തെ നീളം കാണാൻ 60നെ 12 ഹരിക്കുക. എത്ര വരും? I12 60 5 സെൻറ്റിമീറ്റർ. നമുക്ക് ഒരു വക്കിൻ്റെ നീളം അല്ലെങ്കിൽ ഒരു വശത്തിൻ്റെ നീളം കിട്ടി 5 സെൻറ്റിമീറ്റർ. ഇനി വ്യാപ്തം എങ്ങനെ? എ ക്യൂബ്. വശത്തിൻ്റെ ക്യൂബ്. വശം എത്രയാണ്? 5 ആണ്. അപ്പോൾ എ ക്യൂബ് പറയുമ്പോൾ 5 ക്യൂബ്. 5 ക്യൂബ് എങ്ങനെ കാണുക? 5 3 തവണ ഗുണിക്കുക. 5 × 5 × 5 5 × 5 25 × 5 ഉത്തരം 125 സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ഘന സെൻറ്റിമീറ്റർ. 125 സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലെങ്കിൽ ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ ഘന സെൻറ്റിമീറ്റർ ആണ് ഉത്തരം.
ഒരു ക്ലാസ്സിലെ 36 കുട്ടികൾ പരസ്പരം ഹസ്തദാനം ചെയ്യുന്നു. ആകെ എത്ര ഹസ്തദാനം നടക്കും? ഒരു ക്ലാസ്സിൽ 36 കുട്ടികളുള്ളത്. ഈ 36 കുട്ടികൾ പരസ്പരം ഷേക്ക് ഹാൻഡ് ചെയ്യുകയാണ്. 36 കുട്ടികൾ പരസ്പരം ഷേക്ക് ഹാൻഡ് ചെയ്യുന്നു. അവിടെ ആകെ എത്ര ഷേക്ക് ഹാൻഡ്സ് ഉണ്ടാവും? എത്ര ഹസ്തദാനങ്ങൾ നടക്കും? ഇത് കാണാൻ നമുക്കൊരു സൂത്രവാക്യം ഉപയോഗിക്കാം. n × n-1/2 എന്ന സൂത്രവാക്യം ഉപയോഗിക്കാം. n × n-1/2. n പറഞ്ഞാൽ നമ്പർ എണ്ണം. n പറഞ്ഞാൽ നമ്പർ എണ്ണം. എത്ര കുട്ടികളുള്ളത്? 36 കുട്ടികൾ. എത്ര കുട്ടികളുള്ളത്? 36 കുട്ടികൾ. അപ്പോൾ എന്നിൻ്റെ വില 36 ഈ സൂത്രവാക്യത്തിൽ വില കൊടുക്കുക. ആദ്യം n ആണ്. n എത്രയാണ്? 36 ബ്രാക്കറ്റിൽ n-1. വീണ്ടും എന്താ എഴുതുക? 36 - 1. n × n-1. 36 × 36 - 2. 36 ബ്രാക്കറ്റ് ഇട്ട ഇൻറ്റു എന്നർത്ഥം. 36 നിന്ന് കുറച്ച് 35/2. നമുക്കിത് വെടിച്ചെടുക്കുമ്പോൾ 18 2 36 എന്ന് വരും. 2 36 വെട്ടുമ്പോൾ 18 2 36. 18 35 കൂടി ഗുണിച്ചാൽ മതി. 35 × 18. 18 5 90. 18 5 90 ശിഷ്ടം 9. 18 3 54. 18 × 3 54. 9 63. അതായത് ഉത്തരം 630. ആകെ എത്ര ഹസ്തദാനങ്ങൾ ഉണ്ടാവും? 630 ഹസ്തദാനങ്ങൾ ഉണ്ടായിരിക്കും. ഒരു സംഖ്യ ഇരട്ടിയാക്കുമ്പോൾ 24, 18, 21, 10 എന്നിവ കൊണ്ട് കൃത്യമായി ഹരിക്കാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യ ലഭിക്കും. സംഖ്യ ഏത്? കൃത്യമായി ഹരിക്കുക പറഞ്ഞാൽ നിശേഷം ഹരിക്കുക. കൃത്യമായി ഹരിക്കുക, നിശേഷം ഹരിക്കുക. അതായത് ശിഷ്ടം ഉണ്ടാവില്ല. ശിഷ്ടം ഉണ്ടാവില്ല. നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് എന്താണ് ചെയ്യേണ്ട ഒരു സൂചന ഉണ്ട്. അതായത് എന്നിവ കൊണ്ട് ഹരിക്കുക. എന്നിവ കൊണ്ട് ഹരിക്കുക. പിന്നെ ഏറ്റവും ചെറിയ സംഖ്യ. ഈ രണ്ട് വാക്കുകൾ എന്നിവ കൊണ്ട് ഹരിക്കുക, ഏറ്റവും ചെറിയ സംഖ്യ വരുമ്പോൾ നമ്മളെപ്പോഴും LCM ആയിരിക്കും കാണേണ്ടത്. എന്നിവ കൊണ്ട് ഹരിക്കുക, ഏറ്റവും ചെറിയ സംഖ്യ. ഈ രണ്ട് സൂചനകളും LCMത്തെ സൂചിപ്പിക്കുകയാണ്. നമ്മൾ ഈ സംഖ്യകളുടെ LCM കാണണം. 24, 18, 21, 10 ഈ സംഖ്യകളുടെ ലസാഗു കാണണം. എല്ലാത്തിനെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല. എല്ലാത്തിനെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല. അപ്പോൾ 2 കൊണ്ട് നമുക്ക് ഹരിക്കുമ്പോൾ ഇവിടെ 12, ഇവിടെ 9. 21നെ ഹരിക്കാൻ പറ്റില്ല 2 കൊണ്ട്. 21 ഇറക്കിയിട്ടു 10 I 2 10. വീണ്ടും ഏതെങ്കിലും 3 എണ്ണത്തിനെ ഹരിക്കാൻ പറ്റും. ഇതിനെ 3നെ നമുക്ക് 3 കൊണ്ട് ഹരിക്കാം. 3 കൊണ്ട് ഹരിക്കുമ്പോൾ 4 3 12, 3 9, 7 3 21. 5നെ ഹരിക്കാൻ പറ്റില്ല 3 കൊണ്ട്. 5 ഇറക്കിയിട്ടു. ഇനി ഇതിനെ എല്ലാത്തിനെയും ഹരിക്കാൻ പറ്റുന്ന സംഖ്യ ഇല്ല. ഇതിൽ ഏതെങ്കിലും 3 എണ്ണം എടുത്താലും പറ്റില്ല, ഏതെങ്കിലും 2 എണ്ണം എടുത്താലും. പൊതുവേ പറഞ്ഞാൽ ഇതിൽ നിന്ന് ഏതിനെയും ഒരു സംഖ്യ കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ നമ്മളൊന്നും ചെയ്യേണ്ട. LCM കാണാൻ ഈ എല്ലാ സംഖ്യകളും കൂടി ഗുണിക്കണം. LCM കാണാൻ ഇതെല്ലാം കൂടി ഗുണിക്കുക. 2 × 3 6, 6 × 4 24, 24 × 3 72, 72 × ഈ 7 5 35 ഉണ്ട്. ഗുണിക്കുക. 5 × 72 360. 5 × 72 360. 3 × 72 216. 3 × 72 216. കൂട്ടുക. 0 6 6 12 1 1 2 3 5 2. നമുക്ക് 2520 എന്ന് കിട്ടി. പക്ഷേ ഇതല്ല സംഖ്യ. കാരണം എന്താ? സംഖ്യ ഇരട്ടിയാക്കുമ്പോഴാണ് ഇത് കിട്ടുക. സംഖ്യ ഇരട്ടിയാക്കുമ്പോഴാണ് ഇങ്ങനെ ഹരിക്കാൻ പറ്റുന്ന സംഖ്യ കിട്ടുക. അപ്പോൾ അത് ഇരട്ടിച്ചതാണത്. അപ്പോൾ ആ സംഖ്യ എത്ര? ഇതിൻ്റെ പകുതിയായിരിക്കും. അപ്പോൾ ഉത്തരം 2520ൻ്റെ പകുതി എടുക്കുക. ഹരിക്കുമ്പോൾ 2 2 1 2 2 5 2 4 ശിഷ്ടം 1 14 6 2 12 0. ഉത്തരം 1260. വലുത് ഏത്? 5√5, 7√2, 3√5, 2√13. ഇതിലത്തെ വലുത് കാണണം. ഇതിലത്തെ വലുത് കാണണമെങ്കിൽ നമുക്കിവിടെ റൂട്ട് ചിഹ്നത്തിൻ്റെ പുറത്തൊരു സംഖ്യയുണ്ട്, റൂട്ട് ചിഹ്നത്തിന് അകത്തൊരു സംഖ്യയുണ്ട്. പുറത്തും അകത്തും സംഖ്യയുണ്ട്. ഈ പുറത്തുള്ള സംഖ്യയെ കൂടി ഉള്ളിലേക്ക് എത്തിച്ചാൽ മതി. പുറത്തുള്ള സംഖ്യയെ കൂടി ഉള്ളിലേക്ക് എത്തിക്കുക. എല്ലാത്തിലും റൂട്ട് ചിഹ്നത്തിൻ്റെ പുറത്തൊരു സംഖ്യയുണ്ട്. അതായത് ഗുണിക്കണം. 7 × 5 × 3 × 2 ആ റൂട്ട് ചിഹ്നത്തിന് പുറത്തിട്ട് ഗുണിച്ച സംഖ്യയെ നമുക്ക് അകത്തേക്കാക്കണം. അപ്പോൾ ഇതിനെ അകത്തേക്കാക്കണമെങ്കിൽ ആദ്യം റൂട്ട് ചിഹ്നം ഇടുക. നമുക്ക് റൂട്ട് ചിഹ്നം ഇട്ടിട്ട് ഈ പുറത്തുള്ള സംഖ്യയെ ഉള്ളിലിടണം. പുറത്തുള്ള സംഖ്യ ഉള്ളിലിടുമ്പോൾ നമുക്ക് ആ പുറത്തുള്ള സംഖ്യയ്ക്ക് സ്ക്വയർ കൊടുക്കണം. പുറത്തുള്ള സംഖ്യയെ ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ആ പുറത്തുനിന്ന് ഉള്ളിലേക്ക് എടുക്കുന്ന സംഖ്യയ്ക്ക് സ്ക്വയർ. അപ്പോൾ 5 എന്നിട്ടിട്ട് അതിന് സ്ക്വയർ ഇടണം. എന്നിട്ട് ഇൻറ്റു ഈ 5 അതിൻ്റെ കൂട്ടത്തിലിടുക. അതുപോലെ റൂട്ട് ഓഫ് എന്നിട്ട് പുറത്തുള്ള സംഖ്യ 7 ആണ്. ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? അതിന് സ്ക്വയർ ഇടണം. ഇൻറ്റു ഈ 2 കൂടെ ഇടുക. റൂട്ട് ഓഫ് ഇവിടെ ഉള്ളിലേക്ക് എടുക്കുന്ന സംഖ്യ പുറത്തുനിന്ന് ഉള്ളിലേക്ക് 3 ആണ്. അതിന് സ്ക്വയർ ഇടുക. ഇൻറ്റു ഉള്ളിലുള്ളത് 5 കൂടെ എഴുതുക. അതുപോലെ റൂട്ട് ഓഫ് എന്താ വരിക? 2² ഇൻറ്റു 13.
റൂട്ട് ഓഫ് 5ൻ്റെ സ്ക്വയർ 5 25, 5ൻ്റെ സ്ക്വയർ 5 25 ഇൻറ്റു 5 125. റൂട്ട് ഓഫ് 7ൻ്റെ സ്ക്വയർ 7 49, 7ൻ്റെ സ്ക്വയർ 7 49 ഇൻറ്റു 2 98. റൂട്ട് ഓഫ് 3ൻ്റെ സ്ക്വയർ 39, 3ൻ്റെ സ്ക്വയർ 39 ഇൻറ്റു 5 45. റൂട്ട് ഓഫ് 2 സ്ക്വയർ 2 4, 2 സ്ക്വയർ 2 4 ഇൻറ്റു 13 റൂട്ട് ഓഫ് 52. ഇപ്പോൾ എന്തായി? പുറത്തുള്ള സംഖ്യകളെല്ലാം പോയി, പുറത്തുള്ള സംഖ്യകളൊക്കെ നമ്മൾ ഉള്ളിലേക്ക് എടുത്തു. ഇപ്പോൾ റൂട്ട് ചിഹ്നത്തിനകത്ത് മാത്രം സംഖ്യകളായി. ഇതിൽ ഏതാ വലുത് നോക്കിയാൽ മതി. ഇതിലേതാ വലുത്? ഏറ്റവും വലുത് റൂട്ട് 125ആണ്. 125 ഇതിൽ ഏറ്റവും വലുത്. അപ്പോൾ ഇതിൽ വലുത് റൂട്ട് ഓഫ് 125. പക്ഷേ ഇത് നമ്മുടെ ചോദ്യത്തിലില്ല, ഓപ്ഷനിലില്ല. ഇത് ഏത് ചെയ്തിട്ടാണ് കിട്ടിയത്? റൂട്ട് ഓഫ് 125 5 റൂട്ട് 5 ചെയ്തിട്ടാണ്. അപ്പോൾ ഈ തന്നതിൽ ഏറ്റവും വലുത് 5 റൂട്ട് 5. 10, 5, 5, 7.5, 15, 37.5 ഡാഷ്. നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട്, നമുക്കൊരു ശ്രേണി തന്നിട്ടുണ്ട്. അതിൽ വിട്ടുപോയ സംഖ്യ കാണണം, മിസ്സിംഗ് നമ്പർ. ആദ്യത്തെ സംഖ്യ 10 ഇൻറ്റു 0.5. 10നെ 0.5 കൊണ്ട് ഗുണിക്കുക. 10 ഇൻറ്റു 5 എത്ര വരും? 50. 10 ഇൻറ്റു 5 50. അതിലൊരു സ്ഥാനം നീക്കുമ്പോൾ 5.0, അതായത് 5. ഇപ്പോൾ നമ്മൾ ആദ്യത്തെ സംഖ്യ എടുത്തു, 0.5 കൊണ്ട് ഗുണിച്ചു, രണ്ടാമത്തെ സംഖ്യ കിട്ടി. ആദ്യത്തെ സംഖ്യ എടുത്തു, 0.5 കൊണ്ട് ഗുണിച്ചു, രണ്ടാമത്തെ സംഖ്യ കിട്ടി. രണ്ടാമത്തെ സംഖ്യ എടുക്കുക, 5 ഇൻറ്റു 1 കൊണ്ട് ഗുണിക്കുക. നമ്മൾ 5 ഇൻറ്റു 1 എത്ര? 5. ഇപ്പോൾ രണ്ടാമത്തെ സംഖ്യ എടുത്തു, 1 കൊണ്ട് ഗുണിച്ചു, മൂന്നാമത്തെ സംഖ്യ കിട്ടി. മൂന്നാമത്തെ സംഖ്യ എടുക്കുക, 5. ഇതിനെ 1.5 കൊണ്ട് ഗുണിച്ചു നോക്കുക. 1.5 കൊണ്ട് 5 ഇൻറ്റു 15 75. ഇതിലൊരു ദശാംശ സ്ഥാനം നീക്കണം. 7.5 അടുത്ത് കിട്ടുന്നുണ്ട്. 7.5 ഇൻറ്റു 2 ഗുണിച്ച് നോക്കുക. 7.5 ഇൻറ്റു 2 75 ഇൻറ്റു 2 150 അല്ലേ? 7.5 ഇൻറ്റു 2 പറഞ്ഞാൽ 75 ഇൻറ്റു 2 150. അതിലൊരു സ്ഥാനം നീക്കുമ്പോൾ 15 അടുത്ത സംഖ്യ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ബന്ധം മനസ്സിലായി. 0.5 കൊണ്ട് ഗുണിക്കുന്നു, 1 കൊണ്ട് ഗുണിക്കുന്നു, 1.5 കൊണ്ട് ഗുണിക്കുന്നു, 2 കൊണ്ട് ഗുണിക്കുന്നു. അതായത് 0.5 കൂടി കൂടി വരികയാണ്. 0.5 1, 1.5 2. അപ്പോൾ അടുത്തത് എത്രയായിരിക്കും? 2.5 കൊണ്ട് ഗുണിക്കണം. ഏതിനെ? 15നെ. 15 ഇൻറ്റു 2.5. 15 ഇൻറ്റു 25 ഗുണിക്കുക. 15 ഇൻറ്റു 25, 15 75, ശിഷ്ടം 7. 15 2 37, 37 375. ഒരു ദശാംശം നീക്കുമ്പോൾ 37.5 ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്തത് ഏതാ? 0.5 1, 1.5 2, 2.5. ഇനി 3 കൊണ്ട് ഗുണിക്കുക. ഏതിനെ? ഇതിനെ. 37.5. 37.5 ഇൻറ്റു 3 ഗുണിക്കുക. 3 15, ശിഷ്ടം 1, 21 22, ശിഷ്ടം 2, 3 9 2 11, 1125. അതിലൊരു സ്ഥാനം നീക്കണം. ഉത്തരം 112.5 ആണ് വിട്ടുപോയ സംഖ്യ. ഒരാളുടെ ശമ്പളം ആഴ്ചയിൽ 200 രൂപയിൽ നിന്ന് 234 രൂപയായി വർദ്ധിച്ചു. വർധനവിൻ്റെ ശതമാനം കാണുക. ആദ്യം ശമ്പളം എത്രയായിരുന്നു? 200 രൂപയായിരുന്നു. ആഴ്ചയിൽ ശമ്പളം 200. പിന്നീടത് ആഴ്ചയിൽ എത്രയായി? 234 രൂപയായി. അപ്പോൾ കൂടി ശമ്പളം 200 234 രൂപയായി. 200 രൂപയിൽ നിന്ന് 234 രൂപയായി വർദ്ധിച്ചു ശമ്പളം. അപ്പോൾ ശമ്പളത്തിൻ്റെ വർധനവ് നമുക്കറിയാം. എത്രയാണ് ശമ്പളത്തിൻ്റെ വർധനവ്? 34 രൂപയാണ്. 200 234 പറഞ്ഞാൽ ശമ്പളം എത്ര വർദ്ധിച്ചു? 34 രൂപയാണ് ശമ്പളം വർദ്ധിച്ച. വർധനവ് 34 രൂപ. നമ്മൾ കാണേണ്ടത് എന്താ? വർധനവിൻ്റെ ശതമാനം കാണണം. നമുക്ക് വർധനവേ അറിയുള്ളൂ, വർധനവിൻ്റെ ശതമാനം കാണണം. വർധനവിൻ്റെ ശതമാനം കാണാനുള്ള സൂത്രവാക്യം, വർധനവിൻ്റെ ശതമാനം കാണാൻ വർധനവ് ബൈ ആദ്യ ശമ്പളം ഇൻറ്റു 100. വർധനവിൻ്റെ ശതമാനം കാണാൻ വർധനവ് ബൈ ആദ്യത്തെ തുക. ആദ്യത്തെ എന്തായാലും ആദ്യത്തെ ഇവിടെ ശമ്പളമാണ്. അപ്പോൾ ആദ്യ ശമ്പളം ഇൻറ്റു 100 വില കൊടുക്കുക. വർധനവ് എത്രയാണ്? 34. 34 ബൈ ആദ്യ ശമ്പളം എത്ര? 200. 34 ബൈ 200 ഇൻറ്റു 100. ഇത് വെട്ടിച്ചുരുക്കുമ്പോൾ ഇവിടെ 2 എന്ന് വരും. 34 ബൈ 2 എത്ര വരും? 17. അതായത് വർധനവിൻ്റെ ശതമാനം എത്രയാണ്? 17%. അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിനേക്കാൾ 32 കൂടുതലാണ്. 10 വർഷം കഴിഞ്ഞാൽ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ 2 മടങ്ങാകും. അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എത്ര? നമുക്കൊരു പട്ടിക രൂപത്തിൽ എഴുതാം. ഒരു പട്ടിക രൂപത്തിൽ ഈ കണക്ക് എഴുതാം. പട്ടിക വരച്ചിട്ട് ആദ്യം മകൻ അച്ഛൻ ഇവിടെ ഇപ്പോൾ എന്നെഴുതുക. പിന്നെ 10 വർഷം കഴിഞ്ഞ, അപ്പോൾ +10 10 വർഷത്തിന് ശേഷം എഴുതാം.
ഇനി നമ്മൾ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിനേക്കാൾ 32 കൂടുതൽ. അപ്പോൾ ആരെ അടിസ്ഥാനപ്പെടുത്തി പറയണു? മകൻ്റെ വയസ്സിനേക്കാൾ. മകൻ്റെ വയസ്സിനെ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണ്. മകൻ്റെ വയസ്സിനെ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണ്. ഏതിനെ അടിസ്ഥാനപ്പെടുത്തി പറയണു അത് എക്സ് ആയിട്ട് എടുക്കുക. ഏതിനെ അടിസ്ഥാനപ്പെടുത്തി പറയണു അത് എക്സ്. അപ്പം മകൻ്റെ വയസ്സ്, ഇപ്പോഴത്തെ മകൻ്റെ വയസ്സ് എന്തെടുക്കുക? എക്സ് എടുക്കുക. അപ്പോൾ അച്ഛൻ്റെ വയസ്സ് എന്താ? അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിനേക്കാൾ 32 കൂടുതൽ. അപ്പോൾ ഇവിടെ എന്താ ഇടുക? 32 കൂടുതലാവുമ്പോൾ എക്സ് പ്ലസ് 32. അപ്പോൾ ഇപ്പോൾ മകൻ്റെ വയസ്സ് എക്സും അച്ഛൻ്റെ വയസ്സ് 32 കൂടുതൽ എക്സ് പ്ലസ് 32. ഇനി 10 വർഷം കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? 10 വർഷം കഴിയുമ്പോൾ ഓരോരുത്തരുടെയും വയസ്സ് 10 കൂടും. 10 വർഷം കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും വയസ്സ് 10 കൂടും. അപ്പോൾ മകൻ്റെ വയസ്സ് എന്താവും? എക്സ് പ്ലസ് 10 ആവും. അച്ഛൻ്റെ വയസ്സ് എന്താവും? എക്സ് പ്ലസ് 42 ആവും. കാരണം 10 വർഷം കൂടുമ്പോൾ 10 കൂട്ടണം. ഇവിടെ എക്സ് പോയിട്ട് എക്സ് പ്ലസ് 10 ആവും. ഇവിടെ എക്സ് പ്ലസ് 32 പോയിട്ട് 10 കൂട്ടുമ്പോൾ എക്സ് പ്ലസ് 42. ഇനി ഇത് 10 വർഷം കഴിയുമ്പോൾ രണ്ടുപേരുടെയും വയസ്സാണ്. 10 വർഷം കഴിയുമ്പോൾ മകൻ്റെ അച്ഛൻ്റെ വയസ്സാണ്. ഇത് തമ്മിൽ നമുക്കൊരു ബന്ധം തന്നിട്ടുണ്ട്. എന്താണ്? 10 വർഷം കഴിഞ്ഞാൽ അച്ഛൻ്റെ വയസ്സ് മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടി, മകൻ്റെ വയസ്സിൻ്റെ 2 മടങ്ങ്. അതായത് മകൻ്റെ വയസ്സിൻ്റെ ഇരട്ടിയാണ് അച്ഛൻ്റെ വയസ്സ്. മകൻ്റെ വയസ്സ് ഏതാതിൽ? എക്സ് പ്ലസ് 10, അതിൻ്റെ ഇരട്ടി. അപ്പോൾ എക്സ് പ്ലസ് 10 ഇൻറ്റു 2, ഇതാണ് ആരുടെ വയസ്സ്? അച്ഛൻ്റെ വയസ്സ്. അത് എത്രയാണ്? എക്സ് പ്ലസ് 42. ഈ സമവാക്യം നമുക്ക് നിർദ്ധാരണം ചെയ്യാം, സോൾവ് ചെയ്യാം. 2 ഇൻറ്റു എക്സ് 2x പ്ലസ് 2 ഇൻറ്റു 10 20 സമം എക്സ് പ്ലസ് 42. എക്സ് ഒക്കെ സമവാക്യത്തിൻ്റെ ഒരു ഭാഗത്ത്, ഇവിടെ 2x ഉണ്ട്, ഈ എക്സ് കൊണ്ട് കൊടുന്നു മൈനസ് എക്സ് സമം ഇവിടെ 42 ഉണ്ട്, ഈ 20 അങ്ങോട്ട് എഴുതി മൈനസ് 20. 2x എന്ന് ഒരു എക്സ് കുറച്ചാൽ ഒരു എക്സ് സമം 42 20 കുറച്ചാൽ 22. നമുക്ക് എക്സ് കിട്ടി. എക്സ് എന്താ? മകൻ്റെ ഇപ്പോഴത്തെ വയസ്സാണ്. ചോദ്യം എന്താ? അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ്. അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എന്താ? 32 കൂടണം. അപ്പം മകൻ്റെ ഇപ്പോഴത്തെ വയസ്സ് എക്സ് എത്ര? 22. അതിൻ്റെ കൂടെ 32 കൂട്ടുക, 32 കൂട്ടിയ 54 ഉത്തരം. അച്ഛൻ്റെ ഇപ്പോഴത്തെ വയസ്സ് 54. ചതുരത്തിൻ്റെ നീളം വീതിയേക്കാൾ 3 സെൻറ്റിമീറ്റർ കൂടുതലാണ്. അതിൻ്റെ ചുറ്റളവ് 26 സെൻറ്റിമീറ്റർ. നീളം കാണുക. ചതുരം റെക്റ്റാങ്കിൾ നീളം ലെങ്ത്ത് വീതി ബ്രെഡ്ത്ത് അതിൻ്റെ ചുറ്റളവ് പെരിമീറ്റർ. നമുക്ക് നീളം കാണണം. അപ്പോൾ ചതുരത്തിൻ്റെ നീളം വീതിയേക്കാൾ 3 സെൻറ്റിമീറ്റർ കൂടുതൽ. അപ്പോൾ ഇവിടെ എന്തിനെ അടിസ്ഥാനപ്പെടുത്തി എന്ത് പറയുന്നു? വീതിയെ അടിസ്ഥാനപ്പെടുത്തി നീളം പറയുന്നു. വീതിയേക്കാൾ നീളം പറഞ്ഞാൽ വീതിയെ അടിസ്ഥാനപ്പെടുത്തി പറയുന്നു. അപ്പോൾ ഏതിനെ അടിസ്ഥാനമാക്കി പറയുന്നു അത് എക്സ് എടുക്കുക. ഏതിനെ അടിസ്ഥാനമാക്കി പറയുന്നു അത് എക്സ് എടുക്കുക. അപ്പോൾ വീതിയെ അടിസ്ഥാനപ്പെടുത്തി പറയാണ്. അപ്പോൾ നമുക്ക് വീതി എക്സ് എന്നെടുക്കുക. വീതി എക്സ്. അപ്പോൾ നീളം എത്രയാണ്? നീളം എന്താ പറയുക? വീതിയേക്കാൾ 3 കൂടുതൽ. നീളം വീതിയേക്കാൾ 3 കൂടുതൽ, എക്സിനേക്കാൾ 3 കൂടുതൽ, എക്സ് പ്ലസ് 3. അപ്പോൾ നമ്മൾ ചതുരത്തിൻ്റെ നീളവും വീതി എഴുതി. ഇനി എന്താ? ചുറ്റളവ് തന്നിട്ടുണ്ട്. നമുക്ക് ചുറ്റളവ് എത്രയാണ്? 26 തന്നിട്ടുണ്ട്. ചതുരത്തിൻ്റെ ചുറ്റളവ് കാണാനുള്ള സൂത്രവാക്യം എന്താ? 2 ഇൻറ്റു നീളം പ്ലസ് വീതി. ചതുരത്തിൻ്റെ ചുറ്റളവ് 2 ഇൻറ്റു നീളം പ്ലസ് വീതി. 2 ഇൻറ്റു നീളം പ്ലസ് വീതി. ഇതാണ് സൂത്രവാക്യം. നമുക്കിതിൽ വില കൊടുക്കുക. 2 ഇൻറ്റു നീളവും വീതി എത്ര? ഇതാണ് നീളവും വീതി. രണ്ടും കൂടി കൂട്ടുക. എക്സ് പ്ലസ് 3 കൂട്ടണം എക്സ്. നീളം പ്ലസ് വീതി എക്സ് പ്ലസ് 3 കൂട്ടണം എക്സ്. എക്സ് പ്ലസ് 3 കൂട്ടണം എക്സ്. ഇത് ചുറ്റളവ് കാണാനുള്ള സൂത്രവാക്യമാണ്. ആ ചുറ്റളവ് നമുക്ക് തന്നെ എത്രയാണ്? ചുറ്റളവ് 26 സമം 26 എന്ന് എഴുതുക. ഇവിടെ 2 ഇൻറ്റു ആണ്. ഇതൊരു സമവാക്യമാണ്, ഇതൊരു ഇക്വേഷനാണ്. ഇൻറ്റു എന്നുള്ളത് സമവാക്യത്തിൻ്റെ വലത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ബൈ നാവും. ഇൻറ്റു എന്നുള്ളത് സമവാക്യത്തിൻ്റെ വലത്തോട്ട് കൊണ്ടുപോകുമ്പോൾ ബൈ നാവും. ഇനി ബ്രാക്കറ്റിൽ എന്തുണ്ട്? എക്സ് പ്ലസ് 3 പ്ലസ് എക്സ്. ഇത് കൂട്ടുക. എക്സും എക്സും കൂട്ടുമ്പോൾ 2x. എക്സും എക്സും കൂട്ടിയ 2x പ്ലസ് 3. ഇതാണ് ബ്രാക്കറ്റിനകത്ത്. ഇൻറ്റു 2 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ബൈ 2 ആവും. അപ്പോൾ 26 ബൈ 2 സമം 13. 2x പ്ലസ് 3 സമം 13. ഇനി നമ്മൾ 3 വലത്തോട്ട് എടുക്കുക. 3 അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ പ്ലസ് 3 മൈനസ് 3 ആവും. അപ്പോൾ 2x സമം 13 മൈനസ് 3. 2x സമം 13 മൈനസ് 3 10. എക്സ് സമം 10 ബൈ 2 5. എക്സ് കിട്ടി. എക്സ് നമ്മൾ എന്താ നടത്തുന്നത്? വീതിയാണ്. നമ്മുടെ ചോദ്യം എന്താ? നീളം കാണാനാണ് പറയുന്നത്. വീതി എക്സ് ആണ്. നമുക്ക് എക്സ് കിട്ടി. എത്ര? 5. അപ്പോൾ വീതി 5 ആണെങ്കിൽ നീളം എത്ര? 3 കൂടുതൽ. വീതിയേക്കാൾ 3 കൂടുതലാണ്. അപ്പോൾ 5 3 കൂട്ടിയ ഉത്തരം എത്രയാണ്? നീളം 8 സെൻറ്റിമീറ്റർ. 7 9 12 17 24 35 ഡാഷ്. നമുക്കൊരു ശ്രേണി തന്നിട്ടുണ്ട്, നമുക്കൊരു സീക്വൻസ് തന്നിട്ടുണ്ട്. അതിൽ വിട്ടുപോയ സംഖ്യ കാണണം, മിസ്സിംഗ് നമ്പർ കാണണം. 7 9 12 17 24 35 ഡാഷ്. 7ഉം 9ലേക്ക് ആവാൻ 2ഉം 7ഉം 2ഉം 9. 9 12 ആവാൻ 9ഉം 3ഉം 12. 12ഉം 5ഉം 17. 17ഉം 7ഉം 24. 24ഉം
11:35. അപ്പോൾ ആദ്യം 2 കൂട്ടുന്നു, 3 കൂട്ടുന്നു, 5 കൂട്ടുന്നു, 7 കൂട്ടുന്നു, 11 കൂട്ടുന്നു. ഈ 2, 3, 5, 7, 11 ഈ സംഖ്യകളെ എന്താ പറയുക? 2, 3, 5, 7, 11 എക്സെട്ര ഈ സംഖ്യകളെ അഭാജ്യ സംഖ്യകൾ എന്ന് പറയും. 2, 3, 5, 7, 11 എക്സെട്ര ഈ സംഖ്യകളെ പ്രൈം നമ്പേഴ്സ് അഥവാ അഭാജ്യ സംഖ്യകൾ എന്ന് പറയും. അപ്പോൾ അടുത്ത സംഖ്യ കൂട്ടുന്ന അടുത്ത പ്രൈം നമ്പർ ഏതാ? 2, 3, 5, 7, 11 കഴിഞ്ഞാൽ അടുത്ത പ്രൈം നമ്പർ, അടുത്ത അഭാജ്യ സംഖ്യ 13 ആണ്. അപ്പോൾ നമ്മൾ കൂട്ടേണ്ടത് 13 ആണ്. 35 കൂടെ 13 കൂട്ടണം. 35ഉം 13ഉം കൂട്ടിയ ഉത്തരം 48. ഒരു കച്ചവടക്കാരൻ ബാഗിന് 15% ഡിസ്കൗണ്ട് നൽകുന്നു. ഡിസ്കൗണ്ട് നൽകുന്നതിന് മുൻപ് അതിൻ്റെ വില 75 രൂപ, ഡിസ്കൗണ്ട് നൽകിയ ശേഷം അതിൻ്റെ വില കാണുക. കണക്ക് നമുക്ക് 2 തരത്തിൽ ചെയ്യാം. ഇവിടെ ഡിസ്കൗണ്ട് എത്രയാണ്? 15% ഡിസ്കൗണ്ടാണ്. ഡിസ്കൗണ്ട് നൽകുന്നതിന് മുമ്പ് എത്ര വില? 75 രൂപയാണ്. നമ്മളെന്താ കാണേണ്ടത്? ഡിസ്കൗണ്ട് നൽകിയ ശേഷം വില. ഉത്തരം കാണാൻ ഡിസ്കൗണ്ട് നൽകുന്നതിന് മുമ്പുള്ള വില എത്ര? 75 ഇൻറ്റു ഡിസ്കൗണ്ട് ശതമാനം എത്ര? 15% അല്ലേ? അത് 100 കുറയ്ക്കുക. ഡിസ്കൗണ്ട് ശതമാനം 15%, അത് 100 കുറയ്ക്കുക. 100 15 കുറച്ചാൽ 85%. അതായത് 85/100. 75നെ 85/100 ഇത് ചെയ്താൽ മതി. ഇത് ആദ്യം നമുക്ക് ഗുണിക്കാം. 75 × 85 ഗുണിക്കുക. 75 × 85 5 × 75 375. ഇനി 8 കൊണ്ട് 75 ഗുണിക്കണം. 8 5 40, ശിഷ്ടം 4, 8 7 56 4 60 കൂട്ടുമ്പോൾ 5 7 3 6. നമുക്ക് ഇത് ഗുണിക്കുമ്പോൾ ഇത് കിട്ടി 6375. 75 × 85 6375. 100 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇതിൽ 2 സ്ഥാനം ഇടത്തോട്ട് നീക്കണം. 100 കൊണ്ട് ഹരിക്കുമ്പോൾ 2 സ്ഥാനം ഇടത്തോട്ട് നീക്കണം. ഉത്തരം ഡിസ്കൗണ്ട് നൽകിയ ശേഷം വരെ എത്ര? 63.75 രൂപ. അതായത് 63 രൂപ 75 പൈസ. 63.75 രൂപ എന്ന് പറഞ്ഞാൽ 63 രൂപ 75 പൈസ. ഈ കണക്ക് നമുക്ക് മറ്റൊരു രീതിയിൽ ചെയ്യാം. നമുക്ക് ഡിസ്കൗണ്ട് കാണുന്നിടത്തെ ഡിസ്കൗണ്ട് എത്രയാണ്? ഡിസ്കൗണ്ട് ശതമാനം അറിയാലോ. ഡിസ്കൗണ്ട് കാണുക. അതെങ്ങനെ? 75ൻ്റെ 15% ഡിസ്കൗണ്ട് 15/100. നമ്മൾ ഡിസ്കൗണ്ട് കാണാൻ പോവുകയാണ്. 75 രൂപയാണ് ഡിസ്കൗണ്ടിന് മുമ്പുള്ള വില. അപ്പോൾ ഡിസ്കൗണ്ട് കാണുക. 15%. 75 × 15/100. 75നെ 15 കൊണ്ട് ഗുണിക്കുക. 15 5 75, ശിഷ്ടം 7. 15 7 105 112 എന്ന് വരും. അപ്പോൾ ഇത് ഗുണിച്ചു 1125 കിട്ടി. 2 സ്ഥാനം നീക്കണം. 100 കൊണ്ട് ഹരിക്കുമ്പോൾ 2 സ്ഥാനം അടുത്തോട്ട് നീക്കണം. 11.25 രൂപ. അതായത് 11 രൂപ 25 പൈസയാണ് എന്ത്? ഡിസ്കൗണ്ട്. അപ്പോൾ ഡിസ്കൗണ്ട് നൽകിയതിന് ശേഷമുള്ള വില കാണാൻ മുമ്പുള്ള വില എത്ര? 75. അതിൽ നിന്ന് ഇത് കുറയ്ക്കുക. 11.25 കുറയ്ക്കുക. അത് കുറയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ 0.00 ഇടണം. കുറയ്ക്കുക. 5 5 10 1 2 3 7 10 1 1 2 3 5 6 1 7. ഉത്തരം 63.75 രൂപ. ഏത് സംഖ്യയുടെ 1000 മടങ്ങാണ് 0.01? ഏതു സംഖ്യയുടെ 1000 മടങ്ങാണ് 0.01? മടങ്ങ് എന്ന് പറഞ്ഞാൽ ഗുണിക്കുക. മടങ്ങ് എന്ന് പറഞ്ഞാൽ ഗുണിക്കുക. അപ്പോൾ സംഖ്യയുടെ 1000 മടങ്ങ് സംഖ്യയെ 1000 കൊണ്ട് ഗുണിക്കുക. സംഖ്യയുടെ 1000 മടങ്ങ് സംഖ്യയെ 1000 കൊണ്ട് ഗുണിക്കുക. അപ്പോൾ സംഖ്യ ഇൻറ്റു 1000 അത് തന്നിട്ടുണ്ട്. 1000 മടങ്ങ് എത്രയാണ്? 0.01. ഇതൊരു സമവാക്യമാണ്. ഇതൊരു ഇക്വേഷനാണ്. നമുക്ക് ഇതൊന്ന് സംഖ്യ കാണണം. സംഖ്യ കാണാൻ സംഖ്യയുടെ കൂടെ എന്തുണ്ട്? ഇൻറ്റു 1000 ഉണ്ട്. സംഖ്യയുടെ കൂടെ ഇൻറ്റു 1000 ഉണ്ട്. ആ ഇൻറ്റു 1000 സമത്തിൻ്റെ വലത്തോട്ട് കൊണ്ടുപോവുക. ഇൻറ്റു 1000 സമത്തിൻ്റെ വലത്തോട്ട് കൊണ്ടുപോകുമ്പോൾ 1000 എന്നാവും. അപ്പോൾ സംഖ്യാസമം ഇവിടെ എന്താ ഉള്ളത്? 0.01/1000. 1000 കൊണ്ട് ഹരിക്കുമ്പോൾ ഒരു സംഖ്യയെ 1000 കൊണ്ട് ഹരിക്കുമ്പോൾ 3 സ്ഥാനം ഇടത്തോട്ട് നീക്കണം. 3 ദശാംശ സ്ഥാനം. ഒരു സംഖ്യയെ 1000 കൊണ്ട് ഹരിക്കുമ്പോൾ 1000ൽ 3 0 ആണല്ലോ. അപ്പോൾ 3 ദശാംശ സ്ഥാനം ഇടത്തോട്ട് നീക്കണം. ഇവിടെ ദശാംശം കഴിഞ്ഞിട്ട് 2 അക്കമുണ്ട്. ദശാംശം കഴിഞ്ഞിട്ട് 2 അക്കമുണ്ട്. അപ്പോൾ ഈ 3 എണ്ണം കൂടി വേണമെങ്കിൽ അപ്പോൾ ആകെ 5 സ്ഥാനം വേണം. ഇവിടെ 2 അക്കമുണ്ട്. ദശാംശം കഴിഞ്ഞിട്ട് 2 അക്കമുണ്ട്. ഈ 1000ൻ്റെ 3 കൂടി വരണമെങ്കിൽ ഇവിടെ ആകെ ദശാംശം ഇടതുവശത്ത് എത്ര അക്കം വേണം? 5 അക്കം വേണം. അപ്പോൾ 0.123 ഈ 1000-ന്. പിന്നെ ഇവിടെ 0 1. ഇപ്പോൾ ദശാംശം കഴിഞ്ഞിട്ട് എത്ര അക്കമുണ്ട് നോക്കൂ. 1 2 3 4 5 അക്കമുണ്ട്. അപ്പോൾ ഇവിടെ 2ഉം ഈ 3ഉം ചേർത്ത് ദശാംശത്തിന് ഇടതുവശത്ത് ദശാംശം കഴിഞ്ഞിട്ട് 5 സ്ഥാനമായി. ഇതാണ് ഉത്തരം 0.00001. ഒരു ചതുരത്തിൻ്റെ സമീപവശങ്ങൾ A സെൻറ്റിമീറ്റർ B സെൻറ്റിമീറ്റർ വീതമായാൽ അതിൻ്റെ വികർണത്തിൻ്റെ നീളം കാണുക. ഒരു ചതുരം റെക്റ്റാങ്കിൾ സമീപവശങ്ങൾ കോൺസിക്യൂട്ടീവ് സൈഡ്സ് A സെൻറ്റിമീറ്റർ B സെൻറ്റിമീറ്റർ വീതമായാൽ അതിൻ്റെ വികർണം ഡയഗണൽ. അപ്പോൾ നമുക്ക് ഏകദേശ ചിത്രം വരയ്ക്കാം. ഒരു ചതുരം വരയ്ക്കുക. ഇത് ഏകദേശ ചിത്രമാണ്. ഒരു ചതുരം വരച്ചു നമ്മൾ.
ചതുരത്തിൻ്റെ സമീപവശങ്ങൾ പറഞ്ഞാൽ അടുത്തടുത്ത വശങ്ങൾ, സമീപവശങ്ങൾ അടുത്തടുത്ത വശങ്ങൾ. അപ്പോൾ ഈ വശവും ഈ വശവും A സെൻറ്റിമീറ്റർ, ഇതിൻ്റെ നീളം A സെൻറ്റിമീറ്ററാണ്, ഇതിൻ്റെ നീളം B സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ചതുരത്തിൻ്റെ സമീപവശങ്ങൾ A സെൻറ്റിമീറ്റർ B സെൻറ്റിമീറ്റർ വീതമായാൽ അതിൻ്റെ വികരണത്തിന് നീളം, വികരണം കാണണം. എന്താ ഈ വികരണം? കോണോട് കോൺ വരയ്ക്കണത്. അപ്പോൾ വികരണം എന്ന് പറഞ്ഞാൽ ഇതാണ്, കോണോട് കോൺ വരയ്ക്കണത് കാണണം, ഇതാണ് വികരണം, ഇത് കാണണം നമുക്ക്. അപ്പോൾ ചതുരത്തിൻ്റെ രണ്ട് വശങ്ങൾ തന്നിട്ടുണ്ട് നമുക്ക്, അതായത് ഇത് ചതുരത്തിൻ്റെ നീളവും ഇത് വീതിയാണ് നമുക്കറിയാം, ചതുരത്തിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തുമാണ്. നമുക്ക് ചതുരത്തിൻ്റെ ഡയഗണൽ കാണണം, വികരണം കാണണം. നമുക്ക് അതിന് വേണ്ടിയിട്ട് ഈ ചിത്രം ഈ ഭാഗം മറച്ചു പിടിച്ചാൽ ഇതൊരു മട്ടത്രികോണാവും, ഈ ഭാഗം മറയ്ക്കുമ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ, മട്ടത്രികോണാണ്. മട്ടത്രികോണത്തിൽ ഇത് 90 ഡിഗ്രിയാണ് ഈ കോണ്, കാരണം ചതുരത്തിൻ്റെ 4 കോണുകളും മട്ടകോണുകളാണ്. അപ്പോൾ ഈ കോൺ 90 ഡിഗ്രിയാണ്. അപ്പോൾ 90 ഡിഗ്രിക്ക് എതിർഭാഗത്തുള്ള വശത്തിന് നമ്മൾ കർണം പറയും, അല്ലേ? മട്ടത്രികോണത്തിൻ്റെ 90 ഡിഗ്രിക്ക് എതിർഭാഗത്തുള്ളതിനെ കർണം അല്ലെങ്കിൽ ഹൈപ്പോട്ന്യൂസ് എന്ന് പറയും. മറ്റ് രണ്ട് വശങ്ങൾ എന്താ? പാദവും ലംബവുമാണ്. അപ്പോൾ ഇത് പാദമാണ്, ഇത് ലംബം, ബേസും ഓൾട്ടിറ്റ്യൂഡും. അപ്പോൾ ഈ മട്ടത്രികോണത്തിൻ്റെ നമുക്ക് എന്തറിയാം? പാദവും അറിയാം, ലംബം അറിയാം. മട്ടത്രികോണത്തിൻ്റെ പാദം അറിയാം, ലംബം അറിയാം, കർണം കാണണം, ഹൈപ്പോട്ന്യൂസ് കാണണം. പൈത്തഗോറസ് സിദ്ധാന്ത പ്രകാരം കർണം കാണുന്നതിനുള്ള സൂത്രവാക്യം എന്താ? റൂട്ട് ഓഫ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ. ഹൈപ്പോട്ന്യൂസ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. വില കൊടുക്കുക. റൂട്ട് ഓഫ് പാദം സ്ക്വയർ, പാദം എത്ര? A സ്ക്വയർ കൂട്ടണം ലംബം എത്ര? B സ്ക്വയർ. നമുക്ക് എന്ത് കിട്ടി? കർണം. എന്തിൻ്റെ? മട്ടത്രികോണത്തിൻ്റെ കർണം കിട്ടി. അതുതന്നെയാണ് എന്ത്? ചതുരത്തിൻ്റെ വികരണം. ഉത്തരം ചതുരത്തിൻ്റെ വികരണം എത്രയാണ്? റൂട്ട് ഓഫ് A സ്ക്വയർ പ്ലസ് B സ്ക്വയർ. ഒരു സംഖ്യയിൽ നിന്ന് 1 കുറച്ചതിൻ്റെ വർഗ്ഗമൂലം 21 സംഖ്യ കാണുക. ഈ കണക്ക് ചെയ്യാനുള്ള എളുപ്പവഴി ഈ ചോദ്യത്തിൻ്റെ അവസാനം അവർക്ക് ചെയ്തു വരിക. ചോദ്യത്തിൻ്റെ അവസാനം അവർക്ക് ചെയ്യുക, തന്നിരിക്കുന്ന ക്രിയകളുടെ വിപരീത ക്രിയ ചെയ്യുക. അപ്പോൾ 21 വർഗ്ഗമൂലത്തിൻ്റെ വിപരീത ക്രിയ സ്ക്വയർ കാണുക. വർഗ്ഗമൂലത്തിൻ്റെ വിപരീതം സ്ക്വയർ. അപ്പോൾ 21ൻ്റെ സ്ക്വയർ കാണുക. 21 സ്ക്വയർ. 1 കുറയ്ക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വിപരീത ക്രിയ 1 കൂട്ടുക പ്ലസ് 1. 21 സ്ക്വയർ 21 × 21 441 പ്ലസ് 1. ഉത്തരം 442 സംഖ്യ. ഇതാണ് എളുപ്പവഴി. ഈ കണക്ക് ചെയ്യാനുള്ള ശരിയായ രീതി നമുക്ക് ചെയ്യാം. സംഖ്യ കാണണം. സംഖ്യ നമുക്ക് ഒന്നുകിൽ സംഖ്യ എന്ന് എഴുതുക, അല്ലെങ്കിൽ എക്സ് എടുക്കുക. സംഖ്യ എക്സ് എടുക്കുക. എന്താ പറയുക? സംഖ്യയിൽ നിന്ന് ഈ സംഖ്യയിൽ നിന്ന് 1 കുറയ്ക്കുക. സംഖ്യയിൽ നിന്ന് 1 കുറച്ചു, അതിൻ്റെ വർഗ്ഗമൂലം പറഞ്ഞാൽ റൂട്ട്. അപ്പോൾ സംഖ്യയിൽ നിന്ന് 1 കുറച്ചതിൻ്റെ റൂട്ട് വർഗ്ഗമൂലം എത്രയാണ്? 21. അപ്പോൾ സമം 21 എന്ന് എഴുതുക. ഇതൊരു സമവാക്യമാണ്. ഈ സമവാക്യത്തിൽ നമുക്ക് എക്സിൻ്റെ വില കാണണം. ഈ എക്സ് എവിടെയാണ് കിടക്കുന്നത്? റൂട്ട് ചിഹ്നത്തിനകത്താണ്. എക്സ് റൂട്ട് ചിഹ്നത്തിനകത്താണ്. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ റൂട്ട് ചിഹ്നം കളയണം. റൂട്ട് ചിഹ്നം കളയണമെങ്കിൽ ഇതിൻ്റെ സ്ക്വയർ കാണണം. ഈ സമവാക്യത്തിൻ്റെ ഇരുവശത്തും സ്ക്വയർ ചെയ്യുക. ഒരു ഭാഗത്ത് മാത്രം സ്ക്വയർ ചെയ്യരുത്, ഒരു ഭാഗത്ത് എത്തിക്കണോ അത് ഇരുവശത്തും ചെയ്യണം. അപ്പോൾ ഈ സമവാക്യത്തെ സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്, ഇരുവശത്തും സ്ക്വയർ കാണുക. അപ്പോൾ റൂട്ട് ഓഫ് x-1 ഹോൾ സ്ക്വയർ സമം 21 സ്ക്വയർ. ഇനി കൃത്യങ്ക നിയമപ്രകാരം റൂട്ട് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എക്സ് ആണ്. റൂട്ട് ഓഫ് എക്സ് ഹോൾ സ്ക്വയർ എക്സ് ആണ്. അതായത് റൂട്ട് ചിഹ്നവും സ്ക്വയറും കൂടി വന്നാൽ നമുക്ക് ചരം മാത്രം എഴുതിയാൽ മതി. അതുപോലെ റൂട്ട് ചിഹ്നവും സ്ക്വയറും കൂടി വരുമ്പോൾ ഇത് മാത്രം എഴുതിയാൽ മതി. x-1 സമം 21ൻ്റെ സ്ക്വയർ 21 × 21 441. ഇതിന്ന് എക്സ് കാണാൻ -1 അങ്ങോട്ട് എടുക്കുമ്പോൾ 441 + 1. ഉത്തരം 442 സംഖ്യ.